നമസ്കാരം. നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള ഇടതുമുന്നണിയുടെ അടവുകളെല്ലാം പാളുകയാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നത് എൽ.ഡി.എഫിന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളാണെന്നും മുന്നണിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനം. സഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ഒടുവിൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ കണ്ടത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടാൻ ശക്തമായ കൂട്ടായ്മ വേണം എന്നിരിക്കെ എൽ.ഡി.എഫിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷ നിരയെ പൂർണ്ണമായി നിശ്ചലമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ മൂപ്പിളമ തർക്കം കാരണം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ഇടതുപക്ഷ നിയമസഭാ കക്ഷിയോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണിത്. സഭയിൽ എങ്ങനെ ഒന്നിച്ച് നീങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത വിധം ഭിന്നത രൂക്ഷമായതായാണ് എൽ.ഡി.എഫിന് സഭയ്ക്കുള്ളിൽ നിരന്തരം തിരിച്ചടിയുണ്ടാക്കുന്നത്. കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ സഭയിൽ പ്രതിപക്ഷം കൂടുതൽ ഹാസ്യ കഥാപാത്രങ്ങളായി മാറുമെന്ന മുന്നറിയിപ്പാണ് ഘടകകക്ഷികൾ നൽകുന്നത്. സമരക്കാർക്ക് നേരെ പോലീസ് ചെളിവെള്ളം അടിച്ചുവെന്ന് സഭയിൽ ആരോപിച്ച് ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ CPI നേതാവ് കെ രാജൻ കുപ്പിയിലാക്കി കൊണ്ടുവന്ന ചെളിവെള്ളമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ആദ്യത്തെ വലിയ തിരിച്ചടിയായി മാറിയത്. ആ വെള്ളം റോഡിലെ ചെളിക്കുഴിയിൽ നിന്നും കോരിയെടുത്തതാണെന്ന് സഭയിൽ തെളിഞ്ഞതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു. രാജൻ കൊടുത്ത ഈ പണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നിരയിലെ ഈ ആശയക്കുഴപ്പം രൂക്ഷമായതോടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സകല കാര്യങ്ങളും തുറന്നു പറയാൻ പിണറായിയോട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആക്രോശിച്ചതും മുന്നണിയിലെ ഏകോപനമില്ലായ്മ പരസ്യമാക്കുന്നതായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനുള്ള നിർദ്ദേശമടങ്ങിയ ധനബിൽ ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയത്. മദ്യക്കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ബിൽ സഭയിലേക്ക് സർക്കാർ ഒളിച്ചുകടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ വിമർശനം. എന്നാൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചത് കാര്യോപദേശക സമിതിയായിരുന്നു. ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് കെ രാജനുമുണ്ട്. സമിതിയിൽ വെച്ച് ഇതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നേതാവ് ബിൽ സഭയിൽ വന്നപ്പോൾ രാഷ്ട്രീയ നാടകത്തിന് മുതിർന്നത് സ്വയം പരാജയപ്പെടുത്തുന്ന വാദമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശനാകട്ടെ മുൻപ് ഇടതു ഭരണകാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബജറ്റുമായി ബന്ധപ്പെട്ട ധനബിൽ ഇതേപോലെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ കൊണ്ടുവന്ന കാര്യം അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടും സഭയിൽ വേണ്ടത്ര ഫലിച്ചില്ല. സഭാ നടപടികളിലും നിയമങ്ങളിലും അതീവ സാമർഥ്യക്കാരനായ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഏറ്റുമുട്ടാൻ കൃത്യമായ ഹോംവർക്കോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് പ്രതിപക്ഷം എത്തുന്നതെന്ന് എൽ.ഡി.എഫിലെ മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലഭിക്കുന്ന സുവർണാവസരങ്ങൾ പലതും പ്രതിപക്ഷത്തിന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളും തന്ത്രങ്ങളിലെ പാളിച്ചകളും കാരണം നഷ്ടപ്പെടുകയാണ്. ഈ വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ സർക്കാരിന് സഭയിൽ വരെ മുൻതൂക്കം നൽകുന്നത്.